സ്വാഗതം. ചരിത്രത്തിലെ വിശ്രുതരായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. വ്യക്തികൾ വളരെ വിശ്രുതരാണെങ്കിലും പ്രസിദ്ധരാണെങ്കിലും അവരുടെ പ്രണയം അത്രയൊന്നും നമ്മളൊന്നും വായിച്ചിട്ടില്ല. കഥയിലെ നായിക ജവഹർലാൽ നെഹ്റുവിൻ്റെ നേർ സഹോദരിയായ ശ്രീമതി വിജയലക്ഷ്മി പണ്ഡിതാണ്. നായകനാവട്ടെ സയ്യിദ് ഹുസൈൻ എന്ന ധാക്കയിലെ അറിയപ്പെടുന്ന കുലീന മുസ്ലിം കുടുംബത്തിലെ സന്തതിയാണ്. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ ഈജിപ്തിലുള്ള അംബാസിഡറൊക്കെ ആയി. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ ലവ് ജിഹാദ് ആണ് എന്നൊക്കെ പറയുമായിരുന്നു. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാക്കി, മെയ്ഡ് ഇൻ കേരള ആൻഡ് എക്സ്പോർട്ടഡ് നാഷൻ വൈഡ് എന്ന് ആർട്ടിക്കിൾ 14 വെബ് മാഗസിൻ പറഞ്ഞ 2021 അവർ എഴുതിയത് പറഞ്ഞൊരു അപ്പസർപ്പ കഥയാണ്. ഏതായാലും അവർ തമ്മിലുള്ള പ്രണയം അത് വളരെ രസകരമാണ്. ഞാനത് വായിച്ചത് ലവ് ജിഹാദിനെ കുറിച്ചുള്ള ചർച്ചയിൽ സെയ്ദ് നഖ്വി അദ്ദേഹത്തിൻ്റെ ബീയിങ് ദി അതർ എന്ന പുസ്തകത്തിലാണ്. വായിച്ചപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം നടത്തി. വളരെ രസകരമായ ഒരു പ്രണയ കഥയാണ്, ലവ് സ്റ്റോറിയാണ്. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നീട് കഥകളോ അല്ലെങ്കിൽ നോവലുകളോ ഒന്നും ഉണ്ടായില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അപ്പോൾ വിജയലക്ഷ്മി പണ്ഡിറ്റ് അവർ സമർത്ഥയായിരുന്നു, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്നു, ഐക്യരാഷ്ട്രസഭയുടെ എത്രയോ സെഷനുകൾ ചെയർ ചെയ്ത ആളായിരുന്നു. സംഭവിക്കുന്നത് സയ്യിദ് ഹുസൈൻ എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ധാക്കയിലെ വളരെ അറിയപ്പെടുന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്. 1988 ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മൂത്തതായിരുന്നു. എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബം കുലീനമാണ്, പ്രസിദ്ധമാണെന്ന് അറിയണമെങ്കിൽ ആ കാലഘട്ടത്തിൽ എഴുതിയ നെറേറ്റീവ് ഓഫ് എ ജേണി അത് എഴുതിയിരിക്കുന്നത് റെജിനാൾഡ് ഹെർബർ എന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ ആംഗ്ലിക്കൻ ബിഷപ്പാണ്. അദ്ദേഹം ഈ നെറേറ്റീവ് ഓഫ് ജേണിയിൽ ഈ കുടുംബത്തെ പരാമർശിക്കുന്നുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാമിലീസ് ഇൻ ഈസ്റ്റേൺ ബംഗാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആ കുടുംബത്തിൽ ജനിച്ച സയ്യിദ് ഹുസൈൻ അദ്ദേഹം 1958 ജനിച്ചു. അലിഗറിൽ വെച്ച് FA ബിരുദം എടുത്തു. തുടർന്ന് കാംബ്രിഡ്ജിൽ പോയി. കാംബ്രിഡ്ജിൽ അദ്ദേഹം ബിരുദം പൂർത്തിയാക്കിയില്ല. പിന്നീട് ലിങ്കൻസ് ഇന്നിൽ ചേർന്ന് ബാരിസ്റ്ററായി. അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനും അതുപോലെ തന്നെ എഴുത്തിനും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കഴിവ് അത് വളരെയധികം ലണ്ടനിലെ ഇന്ത്യൻ സമൂഹത്തിൽ അദ്ദേഹത്തിന് ആദരവ് നേടിയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് അദ്ദേഹം എക്സ്റ്റംബ്രൈസ് ചെയ്യുന്നത് പലപ്പോഴും നെഹ്റുവിനേക്കാൾ മികച്ച പ്രാസംഗികനായിരുന്നു. എക്സ്റ്റംബ്രൈസ് ചെയ്യാറുണ്ടെങ്കിൽ മുൻകൂട്ടി എഴുതി തയ്യാറാക്കാതെ നടത്തുന്ന പ്രസംഗമാണ്. ആ പ്രസംഗങ്ങൾ പിന്നീട് എഴുതി വായിച്ചാൽ ഇത് വളരെയധികം സമയം ചെലവഴിച്ച് വളരെയധികം ഹോംവർക്ക് ചെയ്ത് ആരോ തയ്യാറാക്കിയതുപോലെ ഇരിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തും പ്രസംഗവും ഒക്കെ വളരെയധികം ആളുകൾ ആകർഷിച്ചു. 1916 ബോംബെ ക്രോണിക്കിൾ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന ബെഞ്ചമിൻ ഹോർണിമൻ എന്ന ഇംഗ്ലീഷുകാരൻ വളരെ പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ഒരു സഹപത്രാധിപരെ വേണമെന്ന് തോന്നിയപ്പോൾ, ഒരു അസോസിയേറ്റ് എഡിറ്റർ വേണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം സയ്യിദ് ഹുസൈനെ വിളിക്കുകയും അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം ബോംബെ ക്രോണിക്കിളിൽ എഴുതിയ ബ്രിട്ടീഷ് വിരുദ്ധ ലേഖനങ്ങൾ, ബോംബെ ക്രോണിക്കിൾ പത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിലായിരിക്കുമ്പോൾ തന്നെ ബ്രിട്ടനെതിരിൽ പലപ്പോഴും ലേഖനങ്ങളും കത്തുകളും ഒക്കെ പ്രസിദ്ധീകരിക്കാൻ ധൈര്യം കാണിച്ച പത്രമായിരുന്നത്. 1916 അതിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്ന സയ്യിദ് ഹുസൈൻ അതിൽ എഴുതിയ എഡിറ്റോറിയൽ വളരെ പ്രസിദ്ധമായിരുന്നു. 1919 മോട്ടിലാൽ നെഹ്റു അലഹബാദ് ആസ്ഥാനമായിക്കൊണ്ട് ഇൻഡിപെൻഡന്റ് പത്രം തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അതിന് യോജിച്ച പ്രഗത്ഭന ഒരു എഡിറ്റർ വേണം. ആ എഡിറ്റർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് രണ്ടാമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, അത് സയ്യിദ് ഹുസൈൻ തന്നെ ആയിരിക്കും എന്നുള്ളവർക്ക് അദ്ദേഹത്തെ വിളിച്ചു. ആദ്യം മോത്തിലാൽ നെഹ്റുവിൻ്റെ വിശാലമായ ആനന്ദ് ഭവൻ വീട്ടിലാണ് അദ്ദേഹം താമസം. ആ സമയത്ത് തന്നെ ഒരു പക്ഷേ സയ്യിദ് ഹുസൈനും വിജയലക്ഷ്മി അവരൊരു ടീനേജറാണ്, 18-19 വയസ്സാണ് ആയിരുന്നത്. അവർ തമ്മിലുള്ള പ്രണയം അങ്കുരിച്ചിട്ടുണ്ടാവും. ഏതായാലും ആ പ്രണയം മൂത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സയ്യിദ് ഹുസൈൻ ആനന്ദ് ഭവൻ വിട്ടു, നഗരത്തിൽ മറ്റൊരു ഭാഗത്ത് താമസമാക്കി. ഇൻഡിപെൻഡന്റിൽ അദ്ദേഹം എഴുതുന്ന എഡിറ്റോറിയലുകൾ വളരെയധികം ആളുകളെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആ എല്ലാ എഡിറ്റോറിയലുകളും വളരെയധികം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചതായിരുന്നു. ഏതായാലും പ്രണയം മൂത്തു. ഇവർ തമ്മിൽ രഹസ്യമായി വിവാഹം കഴിച്ചു. അന്ന് സയ്യിദ് നവാബ് മുഹമ്മദ് യൂസുഫിൻ്റെയും മറ്റു സാന്നിധ്യത്തിൽ HM അബ്ബാസി എന്നറിയപ്പെടുന്ന പിന്നീട് ഒരു പത്രാധിപരൊക്കെ ആയ ആളുടെയും സാന്നിധ്യത്തിൽ മുസ്ലിമായി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്താണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് സയ്യിദ് ഹുസൈനെ വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹ വാർത്ത മോട്ടിലാൽ നെഹ്റു അറിയുന്നത് അദ്ദേഹം അമൃത്സറിൽ കോൺഗ്രസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ടെലിഗ്രാം ലഭിക്കുന്നു. യുവർ ഡോട്ടർ ഹാസ് മാരീഡ് യുവർ എഡിറ്റർ ഓൺ ദ സ്ലൈ എന്നായിരുന്നു ആ ടെലിഗ്രാമിൽ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ മകള് നിങ്ങളുടെ പത്രാധിപരെ വിവാഹം കഴിച്ചിരിക്കുന്നു ചുളിവിൽ. വാർത്ത അറിഞ്ഞ് അദ്ദേഹം വളരെ അസ്വസ്ഥനായി. അദ്ദേഹം വലിയ മതഭക്തനായ ഹിന്ദു ഒന്നും ആയിരുന്നില്ല, എങ്കിലും അദ്ദേഹം വളരെ അസ്വസ്ഥനായി. അദ്ദേഹം ഉടനെ അലഹബാദിലേക്ക് തിരിച്ചു. വാർത്ത ജവഹർലാൽ നെഹ്റുവിനെയും വളരെ അസ്വസ്ഥനാക്കി. അവരെല്ലാവരും കൂടി ഗാന്ധിജിയെ വിഷയത്തിൽ ഇടപെടിച്ചു. ഗാന്ധിജി വിഷയത്തിൽ ഇടപെടാനായി അന്ന് അലഹബാദിലേക്ക് വന്നു. അലി സഹോദരന്മാർ അവർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു.
ഗാന്ധിയായി വളരെ അടുത്ത ആളുകളായിരുന്നു. അവരും ഇതിൽ ഇടപെട്ടു. അവരും വിവാഹത്തിൽ നിന്ന് പിന്മാറാനാണ് രണ്ടു കൂട്ടരെയും ഉപദേശിച്ചത്. അന്ന് സ്റ്റാൻലി വാൾപോട്ട് എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ പറഞ്ഞത്, ഈ പ്രണയത്തെക്കുറിച്ച് ഹാൻസം ബ്രില്യൻറ്റ് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയ ആളുമായി വിജയലക്ഷ്മി പണ്ഡിത് പ്രണയത്തിലായത് സ്വാഭാവികമായിരുന്നു. വിജയലക്ഷ്മി പണ്ഡിതും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദ സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എന്ന അവരുടെ ആത്മകഥയിൽ അവർ പറഞ്ഞു, മതത്തിന് കാര്യമായ പ്രാധാന്യം കൊടുക്കാത്ത, ഹിന്ദു മുസ്ലിം സൗഹൃദത്തിൽ വളരെയധികം വിശ്വസിച്ചിരുന്ന കുടുംബമായിരുന്നു എൻ്റെ കുടുംബം. അതിനാൽ തന്നെ ഞാൻ മുസ്ലിമിനെ പ്രണയിക്കുക എന്നത് അവരിൽ വലിയ അസംതൃപ്തിക്കൊന്നും കാരണമാവില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. തുടക്കത്തിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ മോട്ടിലാൽ നെഹ്റുവും ഒക്കെ പരമാവധി ശ്രമിച്ചിരുന്നു. സയ്യിദ് നഖ്വി, ഞാൻ സയ്യിദ് നഖ്വിയുടെ ബീയിങ് ദി അതർ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇത് ഉദ്ധരിച്ചത്. അദ്ദേഹം നെഹ്റു ഗാന്ധി കുടുംബത്തിന് മുസ്ലിങ്ങളോടുള്ള സമീപനത്തിലുള്ള ചാഞ്ചല്യം വിവരിക്കവേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് വിവാദത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ കഥ ഉദ്ധരിക്കുന്നത്. ഏതായാലും ഗാന്ധിജി ഇടപെട്ടും ഗാന്ധിജി അവരോട് പറഞ്ഞത്, ദമ്പതികളോട് പറഞ്ഞത് വളരെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കായ, അദ്ദേഹത്തിൻ്റെ വളരെ ഡിപ്ലോമാറ്റിക്കായ സമീപനത്തോടു കൂടി തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള പ്രണയം അത്രയും തീവ്രമാണെങ്കിൽ തീർച്ചയായും അതിന് പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ കഴിയും. നിങ്ങൾ 1 വർഷത്തോളം വേറിട്ട് നിൽക്കുക, എന്നിട്ട് നിങ്ങളുടെ പ്രണയം വീണ്ടും അതുപോലെ തന്നെ തീക്ഷ്ണമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും കൂടി ഒരു കുടുംബം നയിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് ഹുസൈനെ വിദേശത്തേക്ക് അയക്കുകയും, സയ്യിദ് ഹുസൈനെ വിദേശത്തേക്ക് അയച്ചത് അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് ഔദ്യോഗികമായിട്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. വിജയലക്ഷ്മി പണ്ഡിതിനെ സബർമതി ആശ്രമത്തിൽ കൊണ്ടുപോയി താമസിക്കുകയാണ്. വിജയലക്ഷ്മി പണ്ഡിത് വളരെ സുഖലോലുപമായ ആഡംബരപൂർണമായ ആനന്ദ് ഭവനിൽ നിന്നാണ് സബർമതി ആശ്രമത്തിലെത്തുന്നത്. അവിടുത്തെ വളരെ ചെറിയ സൗകര്യങ്ങളും അവിടുത്തെ ആശ്രമത്തിൽ ഉണ്ടായിരുന്ന അതിലളിതമായ ജീവിതവും കണ്ട് അവർ പറഞ്ഞത് മൈ ഹാർട്ട് സാങ്ക് എന്നാണ്. ആൻഡ് എവറിത്തിങ് ദർ വാസ് ഡ്രാബ് ആൻഡ് കളർലെസ്. അവിടെ യാതൊന്നിനും ഒരു നിറപ്പകിട്ടുണ്ടായിരുന്നില്ല. 1 വർഷത്തോളം അവരവിടെ ചെലവഴിച്ചു. അതിനുശേഷം അവർ വീട്ടിലേക്ക് എത്തി. ഈ സമയത്ത് ഗാന്ധിജിയും നെഹ്റു ഒക്കെ ഇടപെട്ട്, ജവഹർലാൽ നെഹ്റു അവരുടെ സഹോദരനായ ജവഹർലാൽ നെഹ്റു ഒക്കെ ഇടപെട്ട് അവരെ രഞ്ജിത്ത് പണ്ഡിത് എന്ന് പറയുന്ന മറ്റൊരാളുമായിട്ട് വിവാഹം കഴിപ്പിച്ചു. ആ വിവാഹം ദീർഘകാലം നീണ്ടു നിൽക്കുകയും 1944 രഞ്ജിത്ത് സീതാറാം പണ്ഡിത് മരിക്കുന്നവരെ ആ വിവാഹം നീണ്ടുവന്നു. 1944 ജനുവരിയിലാണ് രഞ്ജിത്ത് സീതാറാം മരിക്കുന്നത്. അതിനിടെ അവർക്ക് വിവാഹത്തിൽ കുട്ടികളൊക്കെ ഉണ്ടായി. ആ കുട്ടികളിൽപ്പെട്ട ഒരാളാണ് പ്രശസ്ത എഴുത്തുകാരിയായ നയൻതാര സഹ്ഗാൾ. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, 90-ലധികം വയസ്സായിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന പൊളിറ്റിക്കൽ നോവലിസ്റ്റുകളിൽ ഒരാളാണ് നയൻതാര സഹ്ഗാൾ. അങ്ങനെയാണ് വിവാഹം പോകുന്നത്. 1944 ഇദ്ദേഹം രഞ്ജിത്ത് പണ്ഡിത് മരിക്കുന്നത്. ഇതിനിടയ്ക്ക് സയ്യിദ് ഹുസൈൻ എന്ത് സംഭവിച്ചു? സയ്യിദ് ഹുസൈൻ ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹം ഖിലാഫത്ത് പ്രതിനിധിയായിക്കൊണ്ട്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പ്രതിനിധിയായിക്കൊണ്ട് ഇംഗ്ലണ്ടിൽ പോയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം നേരെ അമേരിക്കയിലേക്ക് പോവുകയാണ്. അമേരിക്കയിൽ അദ്ദേഹം ഏതാണ്ട് 25 വർഷത്തോളം ഇന്ത്യയുടെ അൺഅക്രഡിറ്റഡ് അംബാസഡറായി പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത്. അന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമല്ല, അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അംബാസഡർ ഉണ്ടാവില്ല. പക്ഷെ അമേരിക്കൻ പത്രങ്ങളിൽ അദ്ദേഹം ധാരാളം ലേഖനങ്ങൾ എഴുതി. അമേരിക്കയിലെ പൊതുജനാഭിപ്രായം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് അനുകൂലമാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിന്റെ രചനകൾ കാര്യമായ പങ്കുവഹിച്ചു. പിയേഴ്സൺ മാസിക 1922 അദ്ദേഹത്തെ പറഞ്ഞത് ഫ്രണ്ട് ഓഫ് ഗാന്ധി ആൻഡ് സ്പോക്സ്മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു ലേഖനം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു. 1944 സെപ്റ്റംബർ 22 വിൻസ്റ്റൺ ചർച്ചിൽ അമേരിക്ക സന്ദർശിച്ചപ്പോൾ അപ്പോഴും ഇന്ത്യ സ്വന്തമായിട്ടില്ല. വിൻസ്റ്റൺ ചർച്ചിലാവട്ടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വളരെയധികം എതിരായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ചില ന്യായങ്ങൾ പറഞ്ഞിരുന്നു. ദലിതരെയും അതുപോലെ തന്നെയുള്ള ട്രൈബൽസിനെയും മറ്റു മനുഷ്യരായി പോലും ഗണിക്കാത്ത സവർണ ആധിപത്യത്തിലുള്ള ഇന്ത്യ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നും തുടങ്ങിയ വാദങ്ങളായിരുന്നു വിൻസ്റ്റൺ ചർച്ചിലുണ്ടായിരുന്നത്. 1944 ചർച്ചിൽ അവിടെ വരുമ്പോൾ ഈവനിങ് സ്റ്റാർ എന്ന പത്രത്തിൽ സയ്യിദ് ഹുസൈൻ എഴുതിയ ഓപ്പ് എഡിറ്റോറിയൽ ലേഖനം വളരെ പ്രസിദ്ധമായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം നാസികളിൽ നിന്ന് മനുഷ്യരാശിയുടെ വിമോചനത്തിന് വേണ്ടി പൊരുതുകയായിരുന്നു. ചർച്ചിലിന്റെ ചില വാചകങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. വി ആർ ഡിറ്റർമിൻഡ് ടു ഫൈറ്റ് അണ്ടിൽ ദ കേഴ്സ് ഓഫ് നാസിസ് ഇസ് ലിഫ്റ്റഡ് ഓഫ് ദ ബ്രോസ് ഓഫ് ഹ്യൂമാനിറ്റി. നാസികളുടെ ശാപവചസ് മനുഷ്യരാശിയുടെ പുരികങ്ങളിൽ നിന്ന് മായ്ച്ചു കളയുന്നതുവരെ ഞങ്ങൾ പൊരുതാൻ തീരുമാനിച്ചതാണ് എന്നൊക്കെയാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ പറയുന്ന ചർച്ചിൽ 400 മില്യൺ ആളുകൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിന്റെ നുഖത്തിൽ ഇന്ത്യയിൽ കഴിയുന്നുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാതെ നിങ്ങൾ പറയുന്ന നാസി വിരുദ്ധ പ്രസ്താവങ്ങൾ അത്രയും കാപ്പഡ്യമായി ആളുകൾ കണക്കാക്കൂ എന്നായിരുന്നു ഈവനിങ് സ്റ്റാറിൽ അത് എഴുതിയിരുന്നത്. ഈ ലേഖനം വളരെയധികം പ്രശംസിക്കപ്പെട്ടു. വിൻസ്റ്റൺ ചർച്ചിൽ തന്നെ വ്യക്തിപരമായി അത് ശ്രദ്ധിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ആ പ്രണയം പക്ഷേ അവിടെ അവസാനിച്ചില്ല. 1944 ജനുവരിയിൽ രഞ്ജിത്ത് പണ്ഡിത് അന്തരിച്ചു. അദ്ദേഹം പെട്ടെന്നുള്ള ഒരു ഹൃദയസ്തംഭനം മൂലമാണ് മരിച്ചത്. 1945 സാൻ ഫ്രാൻസിസ്കോയിലേക്ക് UN സമ്മേളനത്തിൽ പങ്കെടുക്കാൻ
വിജയലക്ഷ്മി പണ്ഡിറ്റിന് ക്ഷണം ലഭിച്ചു. സാൻ ഫ്രാൻസിസ്കോയിൽ അവരെ സ്വീകരിച്ചിരുന്നതും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്നതും അവരുടെ പ്രസംഗവേദികൾ ഒരുക്കിയിരുന്നതും എല്ലാം സയ്യിദ് ഹുസൈനായിരുന്നു. ചിലർ പറയുന്നത്, ചില പത്രക്കാർ പറയുന്നത്, പത്രങ്ങളിലുള്ള ഗോസിപ്പുകൾ അനുസരിച്ച് അവർ തമ്മിലുള്ള പ്രണയം വീണ്ടും പൂർവാധികം തീവ്രതയോടുകൂടി സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ജ്വലിച്ചു എന്നാണ്. ഏതായാലും 1949 സയ്യിദ് ഹുസൈൻ മരിക്കുന്നത് വരെ വിജയലക്ഷ്മി പണ്ഡിറ്റ് അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ചിരുന്നത്രേ. ഇതിനിടയ്ക്ക് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സയ്യിദ് ഹുസൈനെ സംബന്ധിച്ചിടത്തോളം ആ സ്വാതന്ത്ര്യലബ്ധി വലിയ സന്തോഷത്തിൻ്റെതായിരുന്നില്ല. ഏകീകൃതമായൊരു ഇന്ത്യ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി കഴിയുന്ന ഒരു ഇന്ത്യയായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ഒരു അഖണ്ഡ ഭാരതമായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ആ സ്വപ്നം തകർന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയവും തകർന്നു. എങ്കിലും 1947 സ്വാതന്ത്ര്യം നേടിയ രാജ്യത്തിൻ്റെ ഈജിപ്ത് അംബാസിഡറായി ജവഹർലാൽ നെഹ്റു സയ്യിദ് ഹുസൈനെയാണ് നിയോഗിച്ചത്. നെഹ്റു അദ്ദേഹത്തിൻ്റെ പ്രസംഗ പാഠവും അദ്ദേഹത്തിൻ്റെ എഴുത്തിലുള്ള പാഠവും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഇതൊക്കെ കണ്ടറിഞ്ഞായിരുന്നു അദ്ദേഹത്തെ ഈജിപ്തിലേക്ക് നിയോഗിച്ചത്. ഈജിപ്തുകാർക്ക് അദ്ദേഹം വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈജിപ്തിൽ കൈറോയിൽ ഒരു സ്ട്രീറ്റ് തന്നെ ഇന്ന് സയ്യിദ് ഹുസൈൻ സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ അദ്ദേഹം മരിച്ചതിന് ശേഷം തൻ്റെ പ്രണയത്തിന് സാഫല്യം നൽകാത്ത, തൻ്റെ പ്രണയത്തെ നിരസിച്ച ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതിന് അദ്ദേഹം താല്പര്യം കാണിച്ചില്ല. അവിടുത്തെ അൽ അറഫ എന്ന സ്ഥലത്ത് ഇന്നും അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശവകുടീരം മാർബിൾ സെപ്പൽക്കർ ഉണ്ട്, അഥവാ മാർബിൾ ശവകുടീരം ഉണ്ട് എന്നാണ് പറയുന്നത്. 2026 ഇന്ത്യയുടെ ഈജിപ്ത് അംബാസിഡർ സുരേഷ് കെ റെഡ്ഡി അൽ അറഫയിലെത്തി അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുകയും ധീരനായ ഇന്ത്യൻ പുത്രനെ അനുസ്മരിക്കുകയുണ്ടായി. സമുദായങ്ങൾ തമ്മിൽ പരസ്പരം വൈരവും ശത്രുതയും ഒക്കെ ഉണ്ടാവുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെയും സയ്യിദ് ഹുസൈൻ്റെയും പ്രണയത്തിനു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം. തീർച്ചയായും ഇന്ത്യയുടെ മഹാനായ ഒരു പുത്രൻ്റെയും പുത്രിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥയാണിത്. നന്ദി. ജയ് ഹിന്ദ്.